ഒരു പ്രവാസി മലയാളിയുടെ പേരിലേക്ക് കോടിക്കണക്കിന് രൂപ പോയിട്ടുണ്ട്. ആ അക്കൗണ്ട് ആരുടേതാണ്? ഇനിയാണ് കോൺഗ്രസ് ഇതുവരെ പുറത്തുവിടാത്ത ഒരു അക്കൗണ്ടിനെ കുറിച്ച് പറയാൻ പോകുന്നത്. പേനയും കടലാസും എടുക്കുക. ശവം തൂക്കുകാരുടെ ഉടായ്പകൾക്ക് അവസാനമില്ല. ധനലക്ഷ്മി ബാങ്കിലാണ് അക്കൗണ്ട് എന്ന് കോൺഗ്രസ് പറയുന്നു. കൃത്യമായിട്ടും ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ടിലൂടെ എത്ര ഫണ്ട് പിരിച്ചിട്ടുണ്ട്? ധനലക്ഷ്മി ബാങ്കിലെ 5,38,21,632 കോടിയുടെ കണക്കും യൂത്ത് കോൺഗ്രസ് നൽകിയ 1,05,00,000 കണക്കും പറഞ്ഞു. ശരി, ഈ പത്രവാർത്ത നോക്കൂ. ഫണ്ട് സമാഹരണത്തിനായി ധനലക്ഷ്മി ബാങ്കിലും ഫെഡറൽ ബാങ്കിലും 2 അക്കൗണ്ടുകൾ തുറന്നതായി കാണാം. ആകെ ഇതുവരെ ലഭിച്ചത് 5,38,21,632 രൂപയാണ്. ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടിൽ 5,38,21,632 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളത് സംശയകരമായി തന്നെ തുടരുകയാണ്. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടണം. നാട്ടുകാർ സംഭാവന നൽകിയ പണം മാത്രം ഉൾക്കൊള്ളുന്ന ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, എല്ലാം വൈറ്റ് മണി നൽകി നടത്തിയതെന്ന് KPCC പ്രസിഡന്റ് അവകാശപ്പെടുന്ന കച്ചവടത്തിന്റെ ഇടപാടുകൾ നടന്ന ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് പുറത്തുവിട്ടുകൂടാ? ഇനിയാണ് കോൺഗ്രസ് ഇതുവരെ പുറത്തുവിടാത്ത ഒരു അക്കൗണ്ടിനെ കുറിച്ച് പറയാൻ പോകുന്നത്. പേനയും കടലാസും എടുക്കുക. ഫെഡറൽ ബാങ്കിൽ 8 അംഗ സംഖ്യയുടെ ഇടപാടുകൾ നടന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി കൈകാര്യം ചെയ്യുന്ന ഈ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇതുവരെ പറയാതിരുന്നത്? ലളിതമായ ചോദ്യങ്ങളാണ്. ചോദ്യം 1, ഫെഡറൽ ബാങ്കിന്റെ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തുള്ള ഈ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? എന്തുകൊണ്ടാണ് ഈ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ പുറത്തുവിടാതിരുന്നത്? ചോദ്യം 2, ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് ഈ 2 അക്കൗണ്ടുകളിൽ നിന്നും, ധനലക്ഷ്മി ബാങ്കിന്റെയും ഫെഡറൽ ബാങ്കിന്റെയും അക്കൗണ്ടുകളിൽ നിന്ന് പണം പോയിട്ടുണ്ടോ? 2026 സ്ഥലം രജിസ്റ്റർ ചെയ്തതെങ്കിൽ 2024 തന്നെ ലക്ഷങ്ങൾ ഒരു അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ആ അക്കൗണ്ട് ആരുടേതാണ്? മൂന്നാമത്തെ ചോദ്യം, സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ എന്ന പേരിൽ ഒരു പ്രവാസി മലയാളിയുടെ പേരിലേക്ക് കോടിക്കണക്കിന് രൂപ പോയിട്ടുണ്ട്. ഈ പ്രവാസി മലയാളിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടോ KPCC? നിസ്സാര ചോദ്യങ്ങളാണ് മുകളിൽ ചോദിച്ചത്. ഈ 2 അക്കൗണ്ടുകളുടെയും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടാൽ നേരത്തെ വലിയ തുകകൾ സംഭാവന ചെയ്തവർ സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകളിലെ തുക അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുമെന്നുള്ള അപകടമുണ്ട്. അതുകൊണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് എനിക്കുറപ്പുണ്ട്, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസുകാർ പുറത്തുവിടാൻ പോകുന്നില്ല. ഇതൊരു വെല്ലുവിളിയാണ്. ഇനിയുണ്ട് പോളിംഗിന് മണിക്കൂറുകൾ. നിങ്ങൾ പുറത്തുവിടാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ പുറത്തുവിടണം. സംഭാവനകൾ കൂമ്പാരമാണ്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ ഗംഭീരമായി. പക്ഷെ പാവങ്ങൾക്ക് വീട് മാത്രമില്ല. ശവം തൂക്കുകാർക്ക് എന്ത് വീട്? ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പുതിയ പറ്റിപ്പിനിറങ്ങിയിരിക്കുകയല്ലേ?